Hello, Assalamu alaikum. Welcome to another vlog. Diwali ഒക്കെ അല്ലേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും സ്വീറ്റ്സ് പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ് മൈസൂർ പാക്കും ലഡും. അപ്പം ഞാൻ അതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോയിൽ ഞാൻ മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അര കപ്പ് കടലപ്പൊടി, 3/4 കപ്പ് പാല്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 കപ്പ് ഷുഗർ, 1 കപ്പ് പാൽപ്പൊടി, പിന്നെ 1 കപ്പ് നെയ്യും. അടിഭാഗം കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പാത്രം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ആദ്യം അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഷുഗർ ആഡ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഗീൻ്റെത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പാണ്. ഞാൻ വിചാരിച്ച അധികം ഗീ വേണ്ട എന്നുള്ളത് 2 കപ്പ് വരെയൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ പാലും പഞ്ചസാരയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൈയിട്ട് തൊട്ട് നോക്കുമ്പോൾ പഞ്ചസാര ഒരു സ്റ്റിക്കി ആവണം, അല്ലെങ്കിൽ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആ ഒരു ടൈപ്പിലാവണം. ഇനി അതിലേക്ക് പാൽപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കടലപ്പൊടി ആഡ് ചെയ്തിടുമ്പോഴും കുറച്ചായിട്ട് ആഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിക്കും. ഞാൻ പിന്നെ ഇതിലൊരു ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. കടലപ്പൊടി ആഡ് ചെയ്തെടുത്തതിന് ശേഷം കൈയെടുക്കാണ്ട് നന്നായി മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വേഗം ഇത് അടി പിടിക്കും. അപ്പം നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഗീ ഇപ്പം ഞാൻ ടോട്ടൽ 1 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും 1/2 കപ്പാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കത് നന്നായി മിക്സ് ആയതിൻ്റെ ശേഷം വീണ്ടും 1/2 കപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്.
ഇനി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ സ്റ്റിക്കി ഒന്നും ആവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് കുക്കായി എന്നുള്ളത്. പിന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ചൂടോടെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണേ, അല്ലെങ്കിൽ അത് മറ്റേ പാത്രത്തിൽ തന്നെ അത് സെറ്റായി പോവും. ഇതിപ്പോൾ ഇങ്ങനെ ഞാനൊരു 2 മണിക്കൂറോളം ഇത് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയാൽ തന്നെ അത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം മേലെ ഗാർണിഷ് ചെയ്യാൻ. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ അത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടെക്സ്ചറൊക്കെ ആയിട്ടുള്ള നമ്മളെ ഗീ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് അത്ര ടൈമൊന്നും എടുക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇപ്പോൾ ടോട്ടലി എനിക്ക് എടുത്തത് ½ an hour ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം ലഡുവിൻ്റെ റെസിപ്പി ആയിട്ട്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.